ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രഹസ്യ നീക്കങ്ങൾ പുറത്തുവിട്ട് സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തെ സന്നിധാനത്തെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചെന്നും ഇതിനായി പോലീസ് അകമ്പടിയോടെ വിപുലമായ ആസൂത്രണം നടന്നിരുന്നുവെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സന്നിധാനത്ത് യുവതികൾ പ്രവേശിക്കുന്നതിന് കൂട്ടുനിൽക്കാത്ത തന്നെയും IGS ശ്രീജിത്തിനെയും മുഖ്യമന്ത്രി 2019 ജനുവരി 1 തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായ A പത്മകുമാറിന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയോടെ ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് നടത്തിയ ഈ വെളിപ്പെടുത്തൽ. മനീതി സംഘത്തെ ശബരിമലയിൽ എത്തിക്കാൻ IG വിജയ് S സാഗറയ്ക്കായിരുന്നു ചുമതല. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ശങ്കരദാസിന്റെ മകനും കോട്ടയം SP-യുമായിരുന്ന ഹരിശങ്കർ ആയിരുന്നു സഹായി. ഇതിനായി റൂട്ട് മാപ്പും തയ്യാറാക്കി. 2018 ഡിസംബർ 21 വൈകിട്ട് കോട്ടയം CIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘം തേനിയിലെത്തി. സെൽവിയുടെ നേതൃത്വത്തിലുള്ള 11 അംഗ മനീതി സംഘം തേനിയിൽ നിന്നും രാത്രി ടെമ്പോ ട്രാവലർ യാത്ര തിരിച്ചു. പോലീസ് ജീപ്പ് പൈലറ്റ് വാഹനമായി. വരുന്നത് VIP വാഹനമാണെന്നും ഒരു കാരണവശാലും തടയരുതെന്നും ഇടുക്കി, പത്തനംതിട്ട SP-മാർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. കമ്പംമേട്, പാറക്കടവ്, കട്ടപ്പന, കുട്ടിക്കാനം, ഇലവുങ്കൽ, നിലയ്ക്കൽ വഴി ഡിസംബർ 22 പുലർച്ചെ സംഘം പമ്പയിലെത്തി. പമ്പ ഗണപതി ക്ഷേത്ര സന്നിധിയിൽ മനീതി സംഘത്തിലെ 6 പേർ കെട്ടുനിറയ്ക്കാനെത്തിയെങ്കിലും പൂജാരിമാർ എതിർപ്പറിയിച്ചതിനാൽ അവർ സ്വയം കെട്ടുനിറച്ചു. രാവിലെ ദർശനം നടത്തി അയ്യപ്പ ഭക്തർ മലയിറങ്ങി. തിരക്ക് കുറയുന്ന 11:30യോടെ ഭക്തരെ പമ്പയിൽ നിയന്ത്രിച്ചു നിർത്തി മനീതി സംഘത്തെ മല കയറ്റാനായിരുന്നു പദ്ധതി. ദർശനശേഷം മലയിറങ്ങുന്ന ഭക്തർ പ്രതിഷേധിക്കില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ മനീതി സംഘത്തിന്റെ വരവ് കാലേക്കൂട്ടി അറിഞ്ഞ അയ്യപ്പ ഭക്തർ പമ്പയിൽ ചെളിക്കുഴിക്ക് മുകളിൽ നീലിമല കയറ്റം തുടങ്ങുന്ന ഭാഗത്തും സ്വാമി അയ്യപ്പൻ റോഡിലും നിലയുറപ്പിച്ചു. ഇതിൽ ഭൂരിഭാഗവും ദർശനശേഷം മലയിറങ്ങിയവരായിരുന്നു. അതിനാൽ മനീതി സംഘത്തിന് ചെളിക്കുഴി കടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ നിന്നെത്തിയ അയ്യപ്പന്മാർ ശക്തമായി പ്രതികരിച്ചതോടെ ഉച്ചയ്ക്ക് മുമ്പായി മനീതി സംഘത്തിന് ചെളിക്കുഴിയിൽ നിന്നും ഗണപതി ക്ഷേത്ര പരിസരത്തേക്ക് ഓടേണ്ടി വന്നു. ഇവരെ പോലീസ് പിന്നീട് പമ്പ കൺട്രോൾ റൂമിലേക്ക് മാറ്റി. മനീതികളുടെ ശബരിമല ദർശനം പാളിയതോടെ അന്ന് പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SP കാർത്തികേയൻ ഗോകുലചന്ദ്രന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വന്നു. പ്രതികാര നടപടി ഭയന്ന് അദ്ദേഹം പിന്നീട് കേരള കേഡറിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഹിമാചൽ പ്രദേശിലേക്ക് പോയി. മനീതി സംഘത്തെ ശബരിമലയിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയ SP ഹരിശങ്കർ ഇപ്പോൾ തൃശൂരിൽ സായുധ പോലീസ് ബറ്റാലിയൻ DIG-യാണ്. കൂടുതൽ മെച്ചപ്പെട്ട പോസ്റ്റിനായി അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും സൂചനയുണ്ട്. ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും ആചാരങ്ങളെയും ചവിട്ടിമതിക്കാൻ അണിയറയിൽ ഒരുങ്ങിയത് പോലീസിനെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വൻ ഗൂഢാലോചനയായിരുന്നുവെന്നാണ് ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുന്നത്. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ പുറമെ ഒരു നിലപാടും ഉള്ളിൽ സന്നിധാനത്തെ തകർക്കാൻ കൃത്യമായ റൂട്ട് മാപ്പും തയ്യാറാക്കിയ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അധികാരം ഉപയോഗിച്ച് ആചാര ലംഘനത്തിന് ഒത്താശ ചെയ്തവർക്ക് കാലം കരുതി വെച്ച തിരിച്ചടിക്ക് അധിക ദൂരം ഇനിയില്ല.